ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഓപ്പറേഷൻ നംകോറിൽ വാഹനം പിടിച്ചെടുത്ത നടപടിയെ ചോദ്യം ചെയ്താണ് ഹർജി. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് വാഹനം വാങ്ങിയതെന്ന് ദുൽഖർ ഹർജിയിൽ പറഞ്ഞു. സാലി ചേരുകയാണ്. സാലി, എന്തൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? അതായത് ഓപ്പറേഷൻ നുംഖോറിൽ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിയെ ചോദ്യം ചെയ്താണ് നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. തന്റെ ലാൻഡ് റോവർ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടി നിയമവിരുദ്ധമാണ് എന്നാണ് ഹർജിയുടെ പ്രധാന വാദം. എല്ലാ നിയമ നടപടികളും പരിശോധനകളും പൂർത്തിയാക്കിയാണ് താൻ വാഹനം വാങ്ങിയത്. അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല. അതിനാൽ തന്റെ വാഹനം വിട്ടുകിട്ടണം. ഇതാണ് ദുൽഖർ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. അല്പം മുമ്പാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ വരാൻ സാധ്യതയില്ല. നാളെയും മറ്റന്നാളും കോടതി അവധിയാണ്. ഇനി തിങ്കളാഴ്ചയാവും ഒരു പക്ഷേ ഈ ഹർജി ഓപ്പൺ കോർട്ടിൽ പരിഗണനയ്ക്ക് വരിക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചർച്ച നടക്കുന്നതാണ് നമുക്ക് അറിയുന്നത് പോലെ. ഓപ്പറേഷൻ നുംഖോർ എന്ന പേരിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ദുൽഖറിന്റെ വാഹനം കസ്റ്റംസ് വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. റെയ്ഡിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കസ്റ്റംസ് കമ്മീഷണർ പറഞ്ഞത് രേഖകളുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉള്ളതിനാലാണ് വാഹനം കൊണ്ടുപോകുന്നത് എന്നാണ്. ഡോക്യുമെന്റ്സ് ഹാജരാക്കിയാൽ വാഹനം വിട്ടു നൽകും എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഡോക്യുമെന്റ്സ് ഹാജരാക്കുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസോ ഒരു എന്തെങ്കിലും വിവരമോ ദുൽഖർ സൽമാന് ഇതുവരെ കസ്റ്റംസ് വിഭാഗം കൈമാറിയിട്ടില്ല. വീട്ടിൽ നിന്ന് വാഹനം കൊണ്ടുപോയി എന്നല്ലാതെ തുടർ നടപടികളിലേക്ക് കസ്റ്റംസ് കടന്നതുമില്ല. മാത്രമല്ല, ചോദ്യങ്ങൾ നിരന്തരം വാർത്താ സമ്മേളനത്തിൽ ഉയർന്നപ്പോൾ ഈ പിടിച്ചെടുത്ത വാഹനങ്ങൾ തിരികെ നൽകാൻ തയ്യാറാണ്. അവർ സേഫ് കസ്റ്റഡിയിൽ, ഈ വാഹനത്തിന്റെ നിലവിലുള്ള ഉടമകൾ തന്നെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചാൽ മതി, കേസ് തീരുന്ന മുറയ്ക്ക് അത് ഉപയോഗിക്കാൻ കഴിയും അവർക്ക് തന്നെ എന്നാണ് കസ്റ്റംസ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത്. അപ്പോ ഏതെങ്കിലും കൃത്യതയോടെയുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും തട്ടിപ്പ് നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല ദുൽഖർ സൽമാന്റെ ഒക്കെ വാഹനം പിടിച്ചെടുത്തതും അത് വലിയ തോതിൽ കസ്റ്റംസ് പ്രചരണോപാധിയാക്കിയതും. മറിച്ച് ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തുന്നതിന്റെ പേരിൽ ചില തട്ടിപ്പുകൾ രാജ്യത്ത് നടന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞ ഉടൻ തന്നെ പ്രമുഖരായ ചില ആളുകളുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്ന ഒരു നിലപാടാണ് കസ്റ്റംസ് സ്വീകരിച്ചത്. ആ നടപടി അന്ന് തന്നെ വിമർശന വിധേയമായിരുന്നു. ഇപ്പോൾ ആ നടപടി കോടതിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ദുൽഖർ സൽമാന്റെ ഹർജിയുടെ പ്രസക്തി. കോടതി എന്തു പറയുന്നു ഇക്കാര്യത്തിൽ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കോടതിയിൽ എങ്ങനെ തങ്ങളുടെ നടപടിയെ വിശദീകരിക്കാൻ കസ്റ്റംസിന് കഴിയുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഏതായാലും കോടതി ഇത് പരിഗണിക്കും. പരിശോധിച്ചതിന് ശേഷം വാഹനത്തിന്റെ രേഖകൾ സംബന്ധിച്ച് കസ്റ്റംസ് പറയുന്ന ദുരൂഹതയിൽ കോടതി ഒരു വിശദീകരണം തേടും. അതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാകും ഇക്കാര്യത്തിൽ കോടതിയിൽ തീർപ്പ് കൽപ്പിക്കുക. ഏതായാലും ഇത് നിയമ നടപടിക്ക് വിധേയമാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കസ്റ്റംസിന്റെ അന്നത്തെ നടപടികൾ സംബന്ധിച്ച് ചില ദുരൂഹതകളും സംശയങ്ങളും പൊതുമധ്യത്തിൽ ഉയർന്ന ഒരു സംഭവമാണിത്. കസ്റ്റംസ് കമ്മീഷണർ അമിതാവേശം കാണിച്ച് വാർത്താ സമ്മേളനം നടത്തിയതും വാർത്താ സമ്മേളനത്തിനിടെ അദ്ദേഹത്തിന് വന്ന ഒരു ഫോൺ കോളും ആ ഫോൺ കോളിനെ തുടർന്ന് വാർത്താ സമ്മേളനം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നതും ഒക്കെ ഇപ്പോഴും സമൂഹത്തിൽ സജീവ ചർച്ചയാണ്. അതുകൊണ്ട് അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരു നടപടിയാണ് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് അന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നുമുണ്ട്. അതിനിടെയാണ് വിഷയം ഇപ്പോൾ കോടതിയിലേക്ക് എത്തുന്നത്, നിയമ സ്കൂട്ടനിക്ക് വിധേയമാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും സാലി, റെയ്ഡ് നടക്കുന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ദുരൂഹത പല ആൾക്കാരും സംശയിച്ചിരുന്നു. അതായത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു റെയ്ഡ് കേരളത്തിൽ മാത്രം നടക്കുന്നു. അതും രണ്ട് പ്രമുഖ താരങ്ങൾ ദുൽഖറിൻ്റെയും അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെയും അടക്കം വീടുകളിൽ നടക്കുന്നു. അപ്പോൾ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചോദ്യം, ഇത് കടത്തിക്കൊണ്ട് വന്നവർക്ക് നടപടി ഉണ്ടാകുന്നില്ല, ഇതിന് രജിസ്ട്രേഷൻ കൊടുത്ത ആൾക്കാർക്ക് നടപടി ഉണ്ടാകുന്നില്ല. ഏതാണ്ട് 30,000-ഓളം വാഹനങ്ങൾ ഈ രീതിയിൽ ഇന്ത്യയിലേക്ക് വന്നു ഭൂട്ടാനിൽ നിന്ന് എന്ന വിവരമുണ്ട്. അപ്പോൾ ബാക്കി വാഹനങ്ങൾ എവിടെ ഉണ്ട്? അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും ഉണ്ടാകുന്നില്ല. അതിനുശേഷം ഈ റെയ്ഡ് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ആ കസ്റ്റംസ് കമ്മീഷണർ ടിജോ തോമസ് വലിയ ആവേശത്തിൽ വന്ന് വാർത്താ സമ്മേളനം നടത്തുകയാണ്. നേരത്തെ സാലി പറഞ്ഞതുപോലെ അത് വഴിക്ക് വെച്ച് അവസാനിപ്പിച്ച് മടങ്ങുന്ന ഒരു കാഴ്ച. ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. എന്തൊക്കെയോ ചില ദുരൂഹതകൾ ഇതിൽ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. സാലി, അതായത് ആ നടപടിക്രമങ്ങളിൽ ചില അസ്വാഭാവികതകളും ദുരൂഹതകളും അന്ന് തന്നെ മണത്തിരുന്നതാണ്.
ഇങ്ങനെ ഒരു കേസ് ഉയർന്നു വന്നത് എങ്ങനെ എന്നതടക്കം അതുമുതൽ പ്രധാന നടന്മാരുടെ വീടുകളിൽ കസ്റ്റംസ് എത്തുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് കസ്റ്റംസിന് വിശദീകരിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം ഉയർന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നൂറുകണക്കിന് ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും ഇന്ത്യൻ അതിർത്തിയിലൂടെ കടന്നു വന്നു എന്നുള്ളതാണ് കസ്റ്റംസ് കണ്ടെത്തിയതായി അവർ അവകാശപ്പെടുന്നത്. ഒരു സുരക്ഷാ പരിശോധനയും ഇല്ലാതെ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് ഈ വാഹനങ്ങൾ എങ്ങനെ എത്തി? അതും ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ച വാഹനങ്ങളാ. അത്രമാത്രം ദുർബലമാണോ നമ്മുടെ അതിർത്തിയിലെ സുരക്ഷ എന്നതാണ് പൊതുസമൂഹം ഉയർത്തിയ ഒന്നാമത്തെ ചോദ്യം. മറ്റൊന്ന്, ഇത്തരം വാഹനങ്ങൾ നൂറുകണക്കിന് വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് അതിൽ 100-ൽ താഴെ വാഹനങ്ങൾ മാത്രമാണ് കേരളത്തിലേക്ക് എത്തിയത് എന്ന് തന്നെ കസ്റ്റംസ് പറയുന്നുണ്ട്. അപ്പൊ ബാക്കി വാഹനങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരം വാഹനങ്ങൾ എത്തിയ സ്ഥലങ്ങളിൽ എന്തെങ്കിലും പരിശോധന അല്ലെങ്കിൽ ഓപ്പറേഷൻ നുങ്കോർ ഇവർ നടത്തിയിട്ടുണ്ടോ? ഇല്ല എന്നതാണ് വ്യക്തമാവുന്നത്. മാത്രമല്ല, അത് സംബന്ധിച്ച് ഒരു വാർത്തയും ദേശീയ മാധ്യമങ്ങളിലൊന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതായത് രാജ്യത്തേക്ക് നൂറുകണക്കിന് വാഹനങ്ങൾ എത്തിയെന്ന് പറയുന്നു. അതിൽ ഏതാനും വാഹനങ്ങൾ കേരളത്തിൽ എത്തിയെന്ന് പറയുന്നു. അതിൽ ഏതാനും വാഹനങ്ങൾ കേരളത്തിൽ എത്തിയതിൽ ചില പ്രത്യേക നടന്മാരുടെ വീടുകളിലേക്ക് പരിശോധന എത്തുന്നു. അതിൽ അടിമുടി അസ്വാഭാവികതയുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് വലിയ ചർച്ചയാണിപ്പോ. മാത്രമല്ല, ഈ ഒരു കള്ളക്കടത്ത് സംഘമാണ് ഇതിന്റെ പിന്നിൽ, അത് കോയമ്പത്തൂർ സ്വദേശികളാണ് എന്നൊക്കെയാണ് കസ്റ്റംസ് കമ്മീഷണർ അന്ന് വളരെ വിശദമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ ഈ കസ്റ്റംസ് കമ്മീഷണർ പറയുന്ന കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള കള്ളക്കടത്ത് സംഘത്തെ കുറിച്ച് ഒരു പരിശോധനയും ഒരു അന്വേഷണവും അങ്ങനെ ഒരു റെയ്ഡോ കോയമ്പത്തൂരിലോ തമിഴ്നാട്ടിലെ ഒരു പ്രദേശത്തും ഇതുവരെ നടന്നതായി തമിഴ് മാധ്യമങ്ങളോ ദേശീയ മാധ്യമങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനർത്ഥം തമിഴ്നാട്ടിൽ ഒരു റെയ്ഡും കസ്റ്റംസ് നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതിന്റെ തട്ടിപ്പിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ് എന്ന് കസ്റ്റംസ് തന്നെ പറയുമ്പോൾ കോയമ്പത്തൂരിൽ ഒരു റെയ്ഡില്ല. മറിച്ച് കേരളത്തിൽ ചില പ്രത്യേക നടന്മാരുടെ വീടുകളിൽ ഒരു സുപ്രഭാതത്തിൽ റെയ്ഡ് നടത്തി വിശദമായ വാർത്താ സമ്മേളനം നടത്തുന്നു. അതിൽ തന്നെ ഒരുപാട് അസ്വാഭാവികതകൾ ഉണ്ട്. മാത്രമല്ല, ഹിമാചൽ പ്രദേശ്, ബംഗാൾ, ആസാം തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് എത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെയെങ്ങും ഒരു റെയ്ഡും കസ്റ്റംസ് നടത്തിയിട്ടില്ല. ഇതിൽ ഹിമാചൽ പ്രദേശിൽ എത്തിച്ചാണ് വാഹനങ്ങൾക്ക് ഇന്ത്യൻ രജിസ്ട്രേഷൻ തരപ്പെടുത്തിയത് എന്ന് ആണ് കസ്റ്റംസ് പറഞ്ഞത്. ഹിമാചൽ പ്രദേശിലും റെയ്ഡ് നടത്തിയിട്ടില്ല. അപ്പൊ ഈ മറ്റൊന്ന് പറഞ്ഞത്, കേന്ദ്ര സർക്കാരിന്റെ പരിവാഹൻ വെബ്സൈറ്റ് കൃത്രിമം കാണിച്ചു ഈ തട്ടിപ്പുകാർ എന്നുള്ളതാണ്. ഈ തട്ടിപ്പ് കാണിച്ച് പരിവാഹൻ വെബ്സൈറ്റിൽ അടക്കം തട്ടിപ്പ് കാണിച്ചു എന്ന് പറയുന്ന ഈ കള്ളക്കടത്ത് സംഘത്തിലേക്ക് ഒരു അന്വേഷണമില്ല. 5-6 പേർ കൈമാറി വാഹനം വാങ്ങി ഒടുവിലെത്തിയ ചില പ്രത്യേക നടന്മാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നു. അങ്ങനെ അടിമുടി അസ്വാഭാവികത ഇതിലുണ്ടായിരുന്നു. അത് തന്നെ തീർച്ചയായും സാലി, ഇതെല്ലാം ഇനി കസ്റ്റംസിന് ഹൈക്കോടതിയെ ബോധിപ്പിക്കേണ്ടി വരും. ഏതർത്ഥത്തിലാണ് 2 പ്രമുഖ നടന്മാരുടെ കാറുകൾ പിടിച്ചെടുത്തത്, എന്തടിസ്ഥാനത്തിലാണ്, എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതടക്കമുള്ള എല്ലാ വിഷയങ്ങളും ഹൈക്കോടതിയിൽ തീർച്ചയായും കസ്റ്റംസിന് ബോധിപ്പിക്കേണ്ടി വരും. സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.